ഞാൻ അവർക്ക് ഓണക്കോടി എടുക്കുന്നതിന് നിങ്ങൾക്ക് എന്താ പ്രശ്നം എന്താ? ഞാൻ അവർക്ക് ഓണക്കോടി എടുക്കുന്നത് നിങ്ങൾക്ക് എന്താ വിഷയം എന്താ? ഓണക്കോടി ഇങ്ങെടുത്തുണ്ടോ? ഇനി അവര് ഓണക്കോടി ഇങ്ങെടുത്തുണ്ടോ? അത് ഇവിടെ വെച്ച് കൊടുക്കണം എന്തിനെന്ന് അവര് ചോദിക്കണം. എന്താ റൈറ്റ് നിങ്ങളെ വീഡിയോ ആണ് എടുക്കാൻ പറഞ്ഞേ? നിങ്ങളെ വീഡിയോ ആണ് എടുക്കാൻ പറഞ്ഞേ? അല്ല നിങ്ങളെ എന്താ മര്യാദ എന്താ നിങ്ങളെ വീഡിയോ ആണ് എടുക്കാൻ പറഞ്ഞേന്ന്? എന്താ എന്താണ് കാര്യം? എന്താ നിങ്ങൾക്ക് പ്രശ്നം എന്താ? അത് കാര്യം പറഞ്ഞല്ല, ഇത് വേറെ കാര്യമാണ്, ഇതുമായിട്ടുള്ള വിഷയമല്ല. എന്റെ പൊന്നേറ്റി ആ തുണി എടുത്തോളാം. എന്റെ പൊന്നേറ്റി നിങ്ങൾ പറഞ്ഞിട്ട് വേറെ കാര്യത്തിൽ കണ്ടു നോക്കി. ആ തുണി എങ്ങെടുത്തുണ്ടോ? അത് എങ്ങനെയാണ് നിങ്ങൾ അതൊന്നും കാര്യം കണ്ട. നിങ്ങൾ നില്ല്. നിങ്ങളുടെ ഇല്ലല്ല പുറത്തുള്ള ഒരാളുടെ കാര്യം പറഞ്ഞിട്ടല്ല അവർക്ക് ആനുകൂല്യം കൊടുക്കണത്. അവർക്ക് ഓണക്കോടി കൊടുക്കണേ നിങ്ങൾ അറിയേണ്ടതിന്. അല്ല അവർക്ക് ഓണക്കോടി അതാണ്. എന്താണ് കുഴപ്പം? എന്താണ് പ്രശ്നം? പറയാ കാര്യം മര്യാദയ്ക്ക് പറയുകയാണ്. ഞാൻ എന്റെ ചാനലിന്റെ വർക്കിന് അവർക്കൊരു ഓണക്കോടി കൊടുക്കണ്ട, ആരോട് ലോട്ടസിന്റെ തുണി കൊടുക്കാൻ വന്ന് നിൽക്കുക. എന്നെ ശല്യപ്പെടുത്തരുത്. ഇന്നെ പിടി. അതാ പ്രത്യേകം പറയുക, എന്നെ ആവശ്യമില്ലാതെ. അവരെന്തോ ഉദ്ദേശത്തിൽ വന്നിരിക്കുക. ഇത് കണ്ടില്ലേ, എല്ലായിടത്തുമുള്ള പട്ടിണിപ്പാവങ്ങളുടെ അവസ്ഥ ഇതാണ്. ഞാൻ ഓണക്കോടി കൊടുക്കാൻ പോയ വീട്ടിലെ അവസ്ഥയാണ്. അവരുടെ അതിര് തൊട്ടടുത്തുള്ള അയൽവാസി കയ്യേറിയിട്ട് ഓണക്കോടി കൊടുക്കാൻ ചെന്ന ഞങ്ങളെയും ഭീഷണിപ്പെടുത്തുന്നു. ആ ഓണക്കോടി വാങ്ങിക്കാൻ നിൽക്കുന്ന പട്ടിണിപ്പാവങ്ങളെ അവർ ഭക്ഷണം വെച്ചിട്ട് എത്ര ദിവസമായെന്നറിയോ അവരെയും ഭീഷണിപ്പെടുത്താൻ നിൽക്കുക. ആ ഒടിഞ്ഞു വീഴാറായ വീട്ടിൽ നിൽക്കുക. ആ വീട് നിങ്ങളെല്ലാവരും കാണുന്നു. ഞങ്ങളെയൊക്കെ ഭീഷണിപ്പെടുത്തുക അയൽവാസി. ഇവർക്ക് എന്തിനു ഓണക്കോടി കൊടുക്കുന്നു എന്നാണ് അവരുടെ ചോദ്യം. വളരെ ഭീഷണി. അവർ വളരെ സങ്കടത്തില്ല. അവരുടെ വീടിന്റെ ഒരു അതിര് മുഴുവൻ ഇടിച്ചു കളഞ്ഞു. അവിടെ ഒരു വലിയ കുഴിയായിപ്പോയി. പോലീസ് ഒന്ന് അളന്നിട്ട് അവിടെ ഇനി എന്ത് ചെയ്യണം എന്നറിയാതെ നിൽക്കുന്നു. അളവുകാരെ വിളിച്ചു, രാഷ്ട്രീയക്കാർ വന്നു. അവരെയൊക്കെ ഈ പാവങ്ങളെയും പട്ടികജാതിക്കാരെയും പാവങ്ങളെയും പിന്നോക്കക്കാരെയൊക്കെ കൊന്നു തിന്നാൻ വേണ്ടി ഒരു വിഭാഗം. എന്താ ചെയ്യാന്നറിയില്ല. നിയമപരമായി നേരിടാനാണ് ഇപ്പോ പോകുന്നത്. ഇത് എല്ലാരും കണ്ടുകൊണ്ടിരിക്കുന്ന ലൈവാണ്. ഞാൻ ഓണാക്കി വച്ചിരിക്കുകയാണ്. ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങളുടെ അല്ല പറയണേട്ടാ, നിങ്ങളുടെ അല്ല ഞാൻ പറയണത്. നിങ്ങൾ ഇതിൽ ഇടപെടരുത് പ്ലീസ്. ഒന്ന് വെക്കുള്ളൂ. നിങ്ങൾ ഇതിനകത്ത് കസ്റ്റഡിയനാക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല. നിങ്ങൾ വെക്കുള്ളൂ. ഞാൻ അത് കൊടുത്തിട്ട് പോട്ടെ. ഇത് പൊതുജനം കണ്ടുകൊണ്ടിരിക്കുക, ലൈവ് വെക്കൊണ്ടിരിക്കുക. ആകെ ഇളവി കിടക്കേണ്ടെന്ന് തോന്നുന്നു. അല്ലാതെ എന്താ നമുക്ക് ഞാൻ പറയാൻ? ഈ പാവപ്പെട്ട ആളുകളെ അവരുടെ വീടിൻ്റെ തൊട്ട് പുറകിലുള്ള ടോയ്ലറ്റിൽ പോകാൻ പോലും അയൽവാസികൾ അനുവദിക്കുന്നില്ല. ഇതാണ് അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ. എല്ലാ തരത്തിലും പീഡിപ്പിക്കുന്നു. ടോയ്ലറ്റിൽ പോകാൻ സമ്മതിക്കുന്നില്ല. ഇവർക്ക് വീടിൻ്റെ പുറത്തിറങ്ങാൻ പറ്റില്ല. ചെരുപ്പിട്ടാൽ അത് എടുത്ത് കളയുക. ഇവരുടെ വീട്ടിൻ്റെ സൈഡിലുള്ള തൂണുകളൊക്കെ ഒടിച്ചു കളയുക. എല്ലാം മൊത്തത്തിൽ നിരന്തരം ശല്യപ്പെടുത്തുകയാണ്. ഇതുപോലെ ഒട്ടനവധി വിഷയങ്ങളിൽ അകപ്പെട്ട് കിടക്കുകയാണ് പാവങ്ങൾ. അവരൊരു ഓണക്കോടിയോ 1 കിലോ അരിയോ നാഴി അരിക്കൊക്കെ അവരെ എന്തൊക്കെ പാടുപെട്ടിട്ടാണ് ജീവിക്കുന്നതെന്നറിയോ? അവരെയൊക്കെ എന്തിനാണ് ബുദ്ധിമുട്ടിപ്പിക്കാൻ പോകുന്നതെന്ന് അറിയില്ല. നിങ്ങൾ പ്രതികരിക്കണം പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പ്രതികരിക്കണം.